ഞാനിന്ന് ബീന ആന്റണിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ അവരുടെ സിനിമ ഒന്ന് റിലീസായിരിക്കുകയാണ്. അവർ നല്ലൊരു ക്യാരക്ടർ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ബാലൻ എന്ന് പറയുന്ന സിനിമയിൽ ഷംനാത്ത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ അവർ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു അഭിനയവും അല്ലെങ്കിൽ അവരുടെ ആ തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പുതിയൊരു വരവ് അറിയിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് നല്ലത്. എത്രയോ വർഷങ്ങളായിട്ട് സിനിമകളിലും സീരിയലുകളിലും ഒക്കെ നമ്മൾ കണ്ടു പരിചയമുള്ളൊരു മുഖമാണ് ബീന ആന്റണിയുടേത്. ഗോഡ് ഫാദർ, വളയം, യോദ്ധ, പിന്നെന്താ നക്ഷത്രത്താരത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇഷ്ടം പോലെ സിനിമകളിലുണ്ട്. സിനിമകളിലും അതുപോലെ തന്നെയാണ് ടെലിവിഷൻ സീരിയലുകളിലും സിനിമകളിലും ഇഷ്ടം പോലെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ സിനിമയെ വെച്ച് നോക്കുകയാണെങ്കിൽ സീരിയലായിരിക്കും അവർ ഒരുപാട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളിലും അവർ ചെറിയ ചെറിയ വേഷങ്ങൾ, ഒന്നിൽ നായികയുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരിയായിട്ടോ, അല്ലെങ്കിൽ നായികയുടെ പിന്നിൽ നിൽക്കുന്നതോ, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് റോൾ ചെയ്യുന്ന ഒരു നടിയായിട്ടോ, അല്ലെങ്കിൽ നായകന്റെ സഹോദരിയായിട്ടോ, ഇങ്ങനത്തെയൊക്കെ വേഷങ്ങളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെയാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ തെസ്നിഖാൻ്റെത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കും കിട്ടിയിരുന്നത് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇതുപോലുള്ള വേഷങ്ങളാണ്. ഇവർക്കൊക്കെയും സിനിമയിൽ അല്ലെങ്കിൽ അഭിനയിച്ചു അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് എടുത്ത് പറയാനായിട്ട് അവർക്ക് ഒരു ക്യാരക്ടറും ഇല്ല. എന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നതേ ഇങ്ങനത്തെ വേഷങ്ങളാണ്. അവർക്ക് ഒരു ക്യാരക്ടറായിട്ട് പറയത്തക്ക അഭിനയങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബീന ആന്റണിയുടെ അടുത്ത് ഈ അവതാരിക ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അത് വല്ലാത്തൊരു ഇതാണ്. കാരണം ഇവർക്കൊക്കെ എത്ര തന്നെ സീരിയൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സിനിമ ചെയ്തിട്ടുണ്ട്, സിനിമയിലൊന്നും ക്യാരക്ടർ ഇല്ലല്ലോ. അപ്പോൾ എത്രയൊക്കെ വേഷങ്ങൾ സീരിയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നാലും അവർക്ക് സിനിമയിൽ നല്ലൊരു വേഷം കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് പേര് പറയുന്നത് കേട്ടിട്ടാണ് അവർ പറയുന്നത്. കാരണം സീരിയലിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ, അത് ഞാനും കേട്ടിട്ടുണ്ട്, സീരിയലിൽ അഭിനയിക്കുന്നവരെ സിനിമാക്കാർക്ക് ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ ഡെയിലി സീരിയലുകളിൽ ഇവരുടെ മുഖം കാണുന്നതാണ്. അപ്പോൾ സിനിമയിൽ കൂടി ഇവരുടെ ഫേസ് കാണുമ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ സിനിമയിൽ ഒരു ഇത് വരുമ്പോൾ അല്ലെങ്കിൽ ചാൻസ് വരുമ്പോഴത്തേക്കും സീരിയലുകളുടെ ആ ഷൂട്ടിങ്ങും ഒരുപാട് ക്ലാഷ് ആവും. അപ്പം അങ്ങനെ ഒരുപാട് വർക്കുകൾ ഇവർക്ക് നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ നടന്മാർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സീരിയലുകളിലുള്ളവർക്ക് സിനിമയിലേക്ക് വരാൻ അവസരം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരുപാട് കുറ്റപ്പെടുത്തലായിട്ടും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ആശാ ശരത് എന്ന് പറയുന്ന വ്യക്തി സീരിയലുകളിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത്. കുങ്കുമപ്പൂവോ അങ്ങനെ ഏതോ സീരിയലാണെന്ന് തോന്നുന്നു അവരുടെ തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം അവർക്ക് ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ സിനിമകളിൽ ചെയ്യാൻ കിട്ടി. പക്ഷേ ആശാ ശരത് വന്നിട്ട് എന്നാലും ഒരു കുറച്ച് വർഷങ്ങൾക്ക് ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ബീന ആന്റണിയോ അല്ലെങ്കിൽ തെസ്നിഖാൻ എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റുകൾ വന്നിട്ട് എത്രയോ കൊല്ലങ്ങളായി. അവർക്കൊക്കെയും ഒരു നല്ല വേഷങ്ങൾ പോലും ഇത്രയും നാൾ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വേദന, അവരുടെ ഒരു വിഷമം. സിനിമ എന്ന് പറഞ്ഞ് അവരുടെ ജീവിതമാണ്, അവരുടെ അന്നമാണ്. അവരൊക്കെയും നോക്കി നിന്നിട്ടും അവർക്ക് നല്ലൊരു ക്യാരക്ടർ, എടുത്ത് പറയത്തക്ക ഒരു ക്യാരക്ടർ പോലും കിട്ടുന്നത് ഈ സമയങ്ങളിലാണ്. അവർക്കൊക്കെ എന്ത് പ്രായം ചെന്നിട്ടാണ് ഒരു നല്ല വേഷം കിട്ടുന്നത്. അപ്പോൾ ഇനി വരുന്ന സിനിമകളിലെങ്കിൽ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറക്കാർ എടുക്കുന്ന ചിത്രങ്ങളിലാണെങ്കിൽ ഇവർക്കൊക്കെയും നല്ല നല്ലൊരു ക്യാരക്ടേഴ്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അന്നത്തെ കാലത്ത് അവർക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവർക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ അവർ അഭിനയം എന്താണെന്നും സിനിമ എന്താണെന്നും ഡയലോഗ് പ്രസന്റേഷൻ എങ്ങനെയാണെന്നും അവർ കണ്ടും കേട്ടും അവർ കൂടെ നടന്നൊക്കെ സിനിമ എന്താണെന്നും അല്ലെങ്കിൽ അഭിനയം എന്താണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞവരാണ്. അപ്പോൾ അവരെയൊക്കെയും ഇനി മലയാള സിനിമകളിലായിക്കോട്ടെ അല്ലെങ്കിൽ അന്യഭാഷ ചിത്രങ്ങളിലായിക്കോട്ടെ എല്ലാത്തിലും അവരെയൊക്കെ പരിഗണിക്കുക. അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട് നല്ല നല്ല ക്യാരക്ടറുകൾ അവരിലേക്ക് എത്തണമെന്ന്. തെസ്നിഖാനും പറഞ്ഞല്ലോ, അവർക്ക് ആവാനാണ് ഇഷ്ടമെന്നും, അല്ലെങ്കിൽ അത്രയും പ്രായം ചെല്ലുമ്പോൾ ചിലപ്പോൾ എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമായിരിക്കും. ഫിലോമിന ചെയ്തതുപോലെ അല്ലെങ്കിൽ KPS ലളിത ചെയ്തതുപോലെ ക്യാരക്ടറുകളൊക്കെ എനിക്ക് കിട്ടുമായിരിക്കും എന്നൊരു ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. ചെറിയ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഉള്ളവർ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് വന്ന ഒരുപാട് പേരുണ്ട്. ഇതുപോലെ ചെയ്ത് വന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇന്ദ്രൻസ് എന്ന് പറയുന്നത്. ഇന്ദ്രൻസ് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടാണ് വന്നത്. അതിനുശേഷമാണ് അവർക്ക് ക്യാരക്ടർ റോളുകൾ കിട്ടാൻ തുടങ്ങിയത്. ഒരുപാട് വേഷങ്ങൾ ചെയ്തു ഇന്ദ്രൻസ്. ഇപ്പോൾ ഇന്ദ്രൻസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ അഭിമാനമാണ്. മലയാളത്തിലുള്ള ഒരു നടൻ. ഇപ്പോൾ സൂര്യയുടെ കൂടെ വരെ വർക്ക് ചെയ്തു കഴിഞ്ഞു.
അപ്പോൾ അവർക്കൊക്കെയും നല്ല നല്ല വേഷങ്ങൾ ഇപ്പോൾ കിട്ടിത്തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കുറേ ഒരു പരിധിവരെയും ഒരുപാട് നല്ല സിനിമകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരെയും നിങ്ങൾ പരിഗണിക്കുക. ഇനി വർക്ക് ചെയ്യുന്നവരല്ലെങ്കിൽ വർക്ക് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള പഴയകാല ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും അവരുടെ ഒരു ജീവിത അഭിലാഷം എന്ന് പറയുന്നത് അത് തന്നെയാണ് സിനിമയിലൂടെ അവർക്ക് നല്ലൊരു വേഷം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ എത്ര സീരിയൽ ചെയ്തെന്ന് പറഞ്ഞാലും അതിലൊന്നും ആരും വില ഇരുത്തുന്നില്ല, അല്ലെങ്കിൽ ആരും വില കൊടുക്കുന്നില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അവർ പറഞ്ഞതും സത്യമാണ്. എത്ര സീരിയലിലെ വലിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നാലും, ഞാൻ ഇത്ര അധികം സീരിയലിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിരുന്നാലും അതിലൊന്നും ആരും അവരെ വില കാണില്ല. കാരണം ഒരു സിനിമ ആയാലും മതി, അത് നല്ലൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ അത് അവർ മരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ തലമുറ കഴിഞ്ഞാലും അവർ ഓർക്കുന്നതായിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും. ഇപ്പോൾ ഇന്നസെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ KPS ലളിത ആയിക്കോട്ടെ, കൊച്ചിൻ ഹനീഫ ആയിക്കോട്ടെ, ഇവരൊക്കെയും ചെയ്ത കഥാപാത്രങ്ങൾ നമുക്കിപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഓരോ സിനിമ പറയുമ്പോഴും അവരുടെ കഥാപാത്രങ്ങളും ആ ചെയ്ത അല്ലെങ്കിൽ ആ വേഷം അല്ലെങ്കിൽ ആ ഡയലോഗ്, ആ ഒരു സീന് അല്ലെങ്കിൽ ആ ഒരു ഷോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഈ സീരിയലുകളുടെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഓർത്തിരിക്കത്തില്ല, അത് പെട്ടെന്ന് തന്നെ മറന്നു പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് നല്ല നല്ല ക്യാരക്ടറുകൾ കിട്ടണമെന്നാണ് അവരും ആഗ്രഹിക്കുന്നത്, നമ്മളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നല്ല വേഷങ്ങൾ അവർക്ക് കിട്ടട്ടെ, എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ച് നിറയട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. ഇനി ഷംനാത്ത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേറെ ആർട്ടിസ്റ്റിലേക്കൊന്നും പോവാതെ ഈ ഗണപതി എന്ന് പറയുന്ന നടൻ ഇവരിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചതും ഇതിനൊരു നിമിത്തമാണ്. കാരണം ഇവരെ പോലുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ മുന്നിലേക്ക് വരേണ്ടത്. പഴയകാല ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും വരട്ടെ, എല്ലാവരും തിരിച്ച് നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്ത് മലയാള സിനിമ നമുക്ക് വേറൊരു തലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക. ഇന്ന് ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് കിടക്കുന്നത് കണ്ടു. കാരണം ഒരു വലവീശി പിടിക്കുകയാണെങ്കിൽ മലയാളത്തിലെ ഒരുപാട് ആക്ടേഴ്സ് ആ വലയ്ക്കുള്ളിൽ കുടുങ്ങുകയാണെങ്കിൽ അങ്ങ് ബോളിവുഡ് വരെ അഭിനയിക്കാൻ കഴിവുള്ളവരാണ് മലയാളത്തിലെ നടീനടന്മാരെന്ന്. അത് സത്യമാണ്. പറഞ്ഞത് വളരെ നല്ലൊരു കാര്യവും. കാരണം നമ്മുടെ മലയാളത്തിലുള്ള ആക്ടേഴ്സ് എന്തുമാത്രം അന്യഭാഷ ചിത്രങ്ങളിലാണ് അഭിനയിക്കുന്നത്. ഈ നയൻതാര ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർവതി, ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പേരിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഒരുപാട് ആർട്ടിസ്റ്റുകൾ മലയാള ആർട്ടിസ്റ്റുകളാണ്. തെലുങ്കിലായിക്കോട്ടെ അഭിനയിക്കുന്നവരായിക്കോട്ടെ. അപ്പോൾ അന്യഭാഷ ചിത്രങ്ങളിലൊക്കെയും തിളങ്ങി നിൽക്കുന്നത് ഈ മലയാളി താരങ്ങൾ തന്നെയാണ്. അപ്പോൾ മലയാളി ആക്ടേഴ്സിന് എവിടെ ചെന്നാലും അവർക്ക് അഭിനയത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവിലൂടെ നല്ല നല്ല സിനിമകളും നല്ല നല്ല ഓപ്പർച്യൂണിറ്റിയൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ തമിഴ് സിനിമകളിൽ മലയാളി ആക്ടേഴ്സിനെയാണ് ക്യാരക്ടർ റോളായിക്കോട്ടെ അല്ലെങ്കിൽ വില്ലൻ റോളുകളായിക്കോട്ടെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾ അന്യഭാഷ അല്ലെങ്കിൽ തമിഴായിക്കോട്ടെ അവിടെ നിന്നുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സിന് വേണ്ടി അവിടെ നിന്നുള്ള അന്യഭാഷ ചിത്രങ്ങളിൽ നിന്ന് ആരെയും ഞങ്ങൾ ഉൾപ്പെടുത്താറില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളിൽ നമ്മൾ അന്യഭാഷയിലുള്ള നടന്മാരെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ സപ്പോർട്ടിങ് റോളൊക്കെ ചെയ്യാനായിട്ട് അന്യഭാഷയിലുള്ള ആരെയും ഉൾപ്പെടുത്താറില്ല. പക്ഷേ നമ്മൾ മലയാളികൾക്ക് അന്യഭാഷ ചിത്രങ്ങളിലേക്ക് സപ്പോർട്ടിംഗ് റോളാകട്ടെ അല്ലെങ്കിൽ അമ്മ വേഷങ്ങളായിക്കോട്ടെ, അനിയത്തി വേഷങ്ങളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സിനിമകളിലെ വേഷങ്ങൾ മലയാളികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മലയാള സിനിമ നമ്മൾ അല്ലെങ്കിൽ മലയാളി നടന്മാരെ തമിഴ് സിനിമയിൽ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം മലയാളികളാണല്ലോ, അപ്പം നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം വരും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവർക്കും നല്ല നല്ല ക്യാരക്ടറുകളൊക്കെയും ഇതുപോലുള്ള പണ്ടുകാലത്തുണ്ടായിരുന്ന അവർക്കൊക്കെയും നല്ല നല്ല ക്യാരക്ടറുകൾ അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.